ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യ കൂടുതൽ യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 6 യുദ്ധക്കപ്പലുകളാണ് പുതിയതായി അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 4 വിന്യസിച്ചിരുന്നു. ഇതോടുകൂടി 10 യുദ്ധക്കപ്പൽ എന്തിനും സജ്ജമായി അറബിക്കടലിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഡ്രോൺ ആക്രമണം തടയാൻ കഴിയും, ഒപ്പം തന്നെ ലേസർ ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഹൂതി ആക്രമണം, ഒപ്പം തന്നെ ഡ്രോൺ വഴിയുള്ള കടൽക്കൊള്ളക്കാരുടെ ആക്രമണം, ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് ശക്തിയുണ്ട്. ഞങ്ങളത് ചെയ്യുമെന്ന് നേരത്തെ തന്നെ നാവികസേന അറിയിച്ചിരുന്നു. ഈ മുന്നറിയിപ്പിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നാവികസേന കേന്ദ്ര സർക്കാരിനോട് അതിനുള്ളൊരു അനുമതി തേടിയിരുന്നു. അനുമതി ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ശക്തമായൊരു മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിരുന്നു. കാരണം ഇന്ത്യൻ കപ്പലുകൾ ഇല്ലെങ്കിൽ ഇന്ത്യൻ ഈ സമുദ്രാതിർത്തിയൊക്കെ കടന്ന് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെയാണ് യുദ്ധക്കപ്പലുകൾ മുൻപോട്ട് നീക്കിയിരിക്കുന്നത്. ഇതിന് മറുവശം കൂടിയുണ്ട്. കാരണം തായ്വാനിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. ഇവിടെ ചൈന ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഈ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലും ഉണ്ടാകും. അതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം നീക്കമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.